പന്നിത്തടം സെന്ററിൽ സിഗ്നൽ സ്ഥാപിച്ചിട്ടും അപകടങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ സിഗ്നൽ ലൈറ്റുകൾ 24 മണിക്കൂറും പ്രവർത്തിപ്പിക്കണമെന്നും സിഗ്നലിന്റെ സമയക്രമം ക്രമീകരിക്കണമെന്നും കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേച്ചേരി-അക്കിക്കാവ് ബൈപ്പാസ് റോഡ് ഉദ്ഘാടനവും പന്നിത്തടം സെന്ററിലെ സിഗ്നൽ സംവിധാനത്തിന്റെ ഉദ്ഘാടനവും കഴിഞ്ഞ മാസമാണ് നടന്നത്. ബൈപ്പാസ് റോഡും കുന്നംകുളം വടക്കാഞ്ചേരി സംസ്ഥാനപാതയും സംഗമിക്കുന്ന പന്നിത്തടത്ത് ബൈപ്പാസ് തുറന്നു നൽകിയതു മുതൽ നിരവധി അപകടങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. സിഗ്നൽ ലൈറ്റുകളും സ്പീഡ് ബ്രേക്കറുകളും ഇല്ലാത്തത് ആദ്യകാലങ്ങളിൽ അപകടങ്ങൾക്ക് കാരണമായിരുന്നു. ഇതിന് പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നു. തുടർന്ന് സെന്ററിൽ സിഗ്നൽ ലൈറ്റ് സ്ഥാപിക്കുകയും ചെയ്തു. എന്നാൽ നിലവിൽ രാവിലെ 7 മണി മുതൽ അർദ്ധരാത്രി 12 വരെയാണ് സിഗ്നൽ പ്രവർത്തിക്കുന്നത്. പുലർച്ചെ സമയത്ത് വേഗത്തിലെത്തുന്ന വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടമുണ്ടാകാനുള്ള സാധ്യത ഏറെയാണ്. ഇതൊഴിവാക്കാൻ 24 മണിക്കൂറും സിഗ്നൽ പ്രവർത്തിപ്പിക്കുകയും 4 ഭാഗത്തും സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്നും കോൺഗ്രസ് കടങ്ങോട് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷറഫു പന്നിത്തടം പറഞ്ഞു. രാവിലെ 7 മണിക്കുള്ളിൽ നിരവധി അപകടങ്ങളാണ് ഇപ്പോഴും നടന്നു വരുന്നത്. ഒരുപാട് വാഹന അപകടങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. കാരണം ഇത് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണ്. സിഗ്നൽ അതിൻ്റെതായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അത് ഓഫാക്കിയിട്ടിട്ട് ബ്ലിങ്ക് ചെയ്ത് നിൽക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് വളരെ അങ്ങേറ്റം ഇവിടുത്തെ റോഡിന്റെ ഗതി മനസ്സിലാവാതെ വരുന്ന വാഹനങ്ങൾ അപകടത്തിൽ പെടുന്നുണ്ട്. സ്വത്തിനും ജീവനും വലിയ അപകടമുണ്ട്. സിഗ്നലിന്റെ സമയക്രമങ്ങളിലെ തകരാർ മൂലം ബൈപ്പാസ് റോഡിൽ ഇരുഭാഗങ്ങളിലും കിലോമീറ്ററോളം വാഹനങ്ങളുടെ നിര നീളുകയാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. ഇത് സ്കൂൾ ഓഫീസ് സമയങ്ങളിൽ പൊതുജനങ്ങൾക്കും രോഗികളുമായി പോകുന്ന ആംബുലൻസുകൾക്കും ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുമുണ്ട്. ഈ വിവരം ബന്ധപ്പെട്ട അധികൃതരെ അറിയിച്ചിട്ടുണ്ടെന്നും സമയോചിതമായി തീരുമാനമെടുക്കുമെന്ന ഉറപ്പ് ലഭിച്ചതായും മണ്ഡലം പ്രസിഡന്റ് അറിയിച്ചു. റോഡിലുള്ള സിഗ്നലിന്റെ സമയപരിധി കുറച്ചുകൂടി കൂട്ടി വാഹനങ്ങൾ കൂടുതൽ വരുന്നതാണ്. അപ്പൊ അവിടെ കുറച്ചും കൂടി സമയം കൂട്ടി തരാമെന്നാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്. അതെന്തായാലും നടപ്പിലാക്കി തരാമെന്ന് പറഞ്ഞു. ഇതിന്റെ 4 വശത്തുനിന്ന് വരുന്ന വാഹനങ്ങൾ അവര് കരുതുന്നത് ഇവിടെ ഇതാണ് പ്രധാനപ്പെട്ട റോഡ്, ഇതാണ് പ്രധാനപ്പെട്ട ഹൈവേ എന്ന് കരുതിയിട്ടാണ്, മെയിൻ റോഡ് ഇതാണെന്ന് കരുതിയിട്ടാണ് അത്രയും സ്പീഡിൽ വാഹനങ്ങൾ വരുന്നത്. അതുകൊണ്ട് അപകടങ്ങൾ നിരന്തരം അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. ആവശ്യങ്ങളിൽ സമയബന്ധിതമായി നടപടി ഉണ്ടാകാത്ത പക്ഷം നിയമ നടപടികളിലേക്കും പ്രക്ഷോഭങ്ങളിലേക്കും കടക്കുമെന്നും കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി അറിയിച്ചു. കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, കടങ്ങോട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റഫീഖ് ഐനിക്കുന്നത്ത്, മണ്ഡലം കോൺഗ്രസ് സെക്രട്ടറിമാരായ PU പ്രകാശൻ, വിഷ്ണു ചിറമനങ്ങാട് എന്നിവരും പങ്കെടുത്തു.